ഇന്ന് ചീമപ്പുള്ളി അച്ചാറിടാമെന്ന് വിചാരിച്ച്. അതിന് വേണ്ടി കുറച്ച് ചീമപ്പുള്ളി ഞാൻ എടുത്ത് അരിഞ്ഞ് ഒന്ന് വെയിലത്ത് വെച്ചൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ചീമപ്പുള്ളി ഇരുമ്പം പുളി. അതിന് വേണ്ടി ഒരു 3 കുടം വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്ര കഷ്ണം ഇഞ്ചി ഇത്ര എടുത്തിട്ടുണ്ട്. ഇത്രയും ഉലുവ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്ത് പൊടിച്ചുകൊണ്ട് വരാം. ഉലുവ ചീനിച്ചട്ടിക്കകത്തോട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കുക. മൂപ്പായിട്ടുണ്ടത്. ഇനി അതിനകത്തോട്ട് ചീനിച്ചട്ടിക്കകത്തോട്ട് തന്നെ എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് കായം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കായപ്പൊടിയല്ല, കായമാണ് ഞാനിടുന്നത്. കായമെല്ലാം മൂത്തിട്ടുണ്ട്. ഇനിയും കടുകിടാം. കടുകെല്ലാം പൊട്ടിത്തേർന്ന് ഇനി അരിഞ്ഞ് വെച്ച ഇഞ്ചി പച്ചമുളകെല്ലാം ഇനിയും കറിവേപ്പിലയും കൂടെ അങ്ങ് ഇടാം. അവിടെ കിടന്ന് മൂക്കട്ടെ. ഇനിയും കുറച്ച് മുളക് പൊടി ഇടാം. ഒരു 2.5 തവി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഒരു 1.5 സ്പൂണും മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് ഇളക്കാം. കുറച്ച് വിനാഗിരി ഒഴിക്കാം. കുറച്ച് മതി. ഇനി കുറച്ച് ഉപ്പ് ഇച്ചിരി ഏറെ വേണം. കായം ചതച്ചെടുക്കാം. അങ്ങ് ഇടാം. ഇനി ഇതൊന്ന് ഇളക്കി വെക്കാം. ഈ പുളിക്കകത്ത് തന്നെ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് വെള്ളം ഒന്നും ഒഴിക്കണ്ട. ഇത്രയും മതി. നല്ലതായിട്ട് മിക്സ് ചെയ്യട്ടെ. അങ്ങനെ അച്ചാറെല്ലാം റെഡി ആയിട്ടുണ്ട്. നാളെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ചാറെല്ലാം ഇറങ്ങി സെറ്റാവും.